ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് പച്ചവാഴയ്ക്ക കൊണ്ട് ഒരു രുചിയൂറും മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വയറ്റിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ പൂർണ്ണമായും ബേൺ ചെയ്ത് കളയാനുമുള്ള കഴിവ് പച്ചവാഴയ്ക്കുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ അളവിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പ്ലേറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴയ്ക്ക നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിനായി ആദ്യം തന്നെ ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 വറ്റൽ മുളക് എണ്ണയിലിട്ട് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ചേർത്ത് വഴറ്റി ഒന്ന് ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശ്മീരി മുളക് ആയതുകൊണ്ടാണ് ഞാനിവിടെ 4 വറ്റൽമുളക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളി ഇവിടെ ചെറുതായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്പൈസസ് ചേർത്ത് മാറ്റി വെച്ചിട്ടുള്ള വാഴയ്ക്ക് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വാഴയ്ക്കയിലേക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മളിതാ എല്ലാം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വാഴയ്ക്കയിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ്സോ കപ്പോ എന്തെങ്കിലും എടുത്താൽ മതി. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഒരു മൂടി ഉപയോഗിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മൂടി തുറന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നല്ല രീതിക്ക് മൂപ്പിച്ചെടുക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നല്ല രീതിക്ക് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വാഴയ്ക്ക മെഴുക്ക് പുരട്ടിയാണിത്. അപ്പോൾ വാഴയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന മക്കൾക്ക് നിങ്ങൾക്കിത് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.